ദ ലോർഡ്സ് പ്രയർ, കർത്തൃപ്രാർത്ഥന, ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച്. കർത്തൃപ്രാർത്ഥന കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ട് 5 പവർഫുൾ കോമ്പണൻസ്, 5 കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ രൂപരേഖയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒരു പ്രോട്ടോക്കോൾ, എന്താണ് കർത്തൃപ്രാർത്ഥനയിലുള്ള പ്രധാന ഘടകങ്ങൾ. എന്നാൽ കർത്താവ് എന്നോട് ആത്മാവ് പറയുന്നത് അവൻ്റെ നാമം പരിശുദ്ധമാണമേ. അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ, ഹലോവ്ഡ് ബി ദൈ നെയിം. അവൻ്റെ പേര് മാത്രം എടുക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മ ഈ ഒരു ഭാഗം തന്നെ ഇങ്ങനെ ഇത് വല്ലാതെ ഇങ്ങനെ അത് എടുക്കാൻ പറയും. അതാ പറയുന്നത്, ഇന്ന് മുതൽ നീ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുകയാണ്. നമുക്ക് കട്ടിയുള്ള ഭക്ഷണം എല്ലാവർക്കും ഒക്കത്തില്ല, പക്ഷേ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ടിരുന്നാൽ പോരാ. ഗോഡ് ഈസ് ടെല്ലിങ് ടേക്ക് എ ലിറ്റിൽ ബിറ്റ് മോർ സ്ട്രോങ്ങർ വേർഡ്സ്. അപ്പം ദൈവനാമം പൂജിതമാകണമേ എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് ദൈവനാമം? ദൈവനാമത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവിന് പല പേരുകളുണ്ട് വേദപുസ്തകത്തിൽ. ആ ഒരു 100 ചില്ലുവാനും പേരുകൾ തന്നെ നമ്മുടെ മനസ്സിൽ കാണും ഓർത്ത് വരാനുമ്പോൾ. പക്ഷേ എത്രയോ പേരുകൾ, ഈ വേദപുസ്തകം മുഴുവനും ദൈവത്തിൻ്റെ പേരുകളാണ്. ഇപ്പോൾ എൻ്റെ പേര് വിമല. എൻ്റെ കല്യാണത്തിന് മുമ്പുള്ള പേര് വിമല മാമൻ എന്നായിരുന്നു. കല്യാണം കഴിഞ്ഞുള്ള പേര് മിസ്സസ് വിമല ജേക്കബ് എന്നായി. എന്നാൽ കോടതി ചെല്ലുമ്പോൾ എന്നെ വേറെ അല്ലേ മിസ്സസ് ജേക്കബ് എന്നാണ് മിക്കവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ അറിയാൻ വയ്യാത്ത കൊച്ചു പിള്ളേർ ഒരുവിധം ജോലിക്കാർ മാഡം എന്ന് വിളിക്കും, വേറെ ചിലർ ജോലിക്കാർ സർ എന്ന് വിളിക്കും. ഇതെല്ലാം ഞാൻ തന്നെയാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ പേരിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് നമ്മുടെ പേരുകൾ മാറി വിളിക്കുന്നത് കാണാം. അങ്ങനെയെങ്കിൽ ദൈവം തമ്പുരാൻ്റെ പേരുകൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ഓരോ സ്വഭാവങ്ങളും അവൻ്റെ പേരിൽ കൂടെ വെളിപ്പെടുത്തും. അതിലൊരു 10 പേരുകൾ ഞാൻ വായിച്ചിട്ട് ഒരു 4-5 എണ്ണം എന്ന് എടുക്കാമെന്ന് വിചാരിക്കും. 1 ഇലോഹീം. ഇലോഹീം എല്ലാം എബ്രായ ഭാഷയിലാണ്. ഇലോഹീം മീൻസ് ഗോഡ്. 2 യഹ്വേ ദ ലോർഡ്. 3 അബ്ബ ഫാദർ പിതാവേ എന്നുള്ളത്. 4 എലിയോം. എലിയോൺ മീൻസ് ഗോഡ് മോസ്റ്റ് ഹൈ. 5 എൽ റോയി ഗോഡ് ഹു സീസ്. ഇത്ര എടുക്കാം. അപ്പോൾ നമ്മൾ 5 പേരുകൾ, ദൈവത്തിൻ്റെ 5 പേരുകൾ, ഇത് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ പ്രത്യേകത, അതായത് കട്ടിയുള്ള ഭക്ഷണമാണ് ഇത്. എല്ലാവർക്കും മനസ്സിലാകുമോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആത്മാവ് പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കേണ്ടവരാണ് ഇത് കേൾക്കുന്നത്. അപ്പം ദൈവം ഇലോഹീം അല്ലെങ്കിൽ ഗോഡ് എന്ന് ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തും. അങ്ങനെയാണല്ലോ ഉൽപ്പത്തി തുടങ്ങുന്നത്. ഇൻ ദ ബിഗിനിങ്, ഉൽപ്പത്തി തുടങ്ങുന്ന വേദപുസ്തകത്തിൻ്റെ വേദപുസ്തകത്തിൻ്റെ ആദ്യ വാക്യം ആദിയിൽ. ഇംഗ്ലീഷിൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. മലയാളത്തിൽ എന്താണ് വായിക്കുന്നത്? ആദിയിൽ. ആദിയിൽ ഒരു ആദി ഉണ്ടാണല്ലോ. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദി അവസാനം എന്ത്? ദൈവത്തിന് ആദി അവസാനമല്ല. ബിക്കോസ് യു കനോട്ട് കൗണ്ട് ഹിസ് ടൈം ഓൾ, ദർ ഇസ് നോ ലിമിറ്റ് ഫോർ ദാറ്റ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം തുടങ്ങുന്ന ഇങ്ങനെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മേലെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാ വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു. അപ്പോൾ ആദ്യമേ നമ്മളെ മനസ്സിലാക്കുന്നത് ആദിയിൽ ദൈവം. അപ്പം ദൈവത്തിൻ്റെ പേര് ഇലോഹീം. ആ പേര് വളരെ പ്രധാനമാണ്. ഇലോഹീം, അതായത് ഈ ആദിയിലുള്ള ദൈവത്തിൻ്റെ മുൻപിൽ, ദിസ് ഈസ് സിംഗുലാരിറ്റി. ദൈവം ഒരുവൻ മാത്രം. പിതാപുത്ര പരിശുദ്ധാത്മ ഒന്നിച്ച് നിന്ന്, അതായത് നമ്മൾ ഒരു ശരീരത്തിൽ ദേഹം, ദേഹി, ആത്മാവ് എനിക്കുള്ളതുപോലെ 3 ഘടകം ഒന്നിച്ച് നിന്നതുകൊണ്ട് തന്നെയാണ് ദൈവം തമ്പുരാൻ നിൽക്കുന്നത്. പിതാവ്, പുത്രനെ, പരിശുദ്ധാത്മ. ഈ 3 ഘടകവും അല്ലെ 3 വ്യക്തിത്വം ഒന്നിച്ച് നിന്നുകൊണ്ടാണ് സൃഷ്ടി ഭൂമിയിലേക്ക്. നമ്മുടെ ഭൂമിയും ഇങ്ങനെ സൂര്യനും ചന്ദ്രനും വെള്ളവും ഓരോന്നും തൻ്റെ കൊണ്ട് പറഞ്ഞ് സൃഷ്ടിക്കുന്നു. ആ ദൈവത്തിനെയാണ് ദൈവം അല്ലെങ്കിൽ ഗോഡ് എന്ന് ഇലോഹിമിൽ പറയുന്നത്. അപ്പോൾ പവർഫുൾ നെയിംസാണ് ഇതെല്ലാം. അപ്പോൾ ഓരോ പേരും അവൻ്റെ വ്യക്തിപരമായ സ്വഭാവത്തെ കാണിക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അവൻ്റെ പേര് ഹിസ് നെയിം ഈസ് എ സ്ട്രോങ് ടവർ ടു മീ. അതെനിക്കൊരു കോട്ടയാണ്. അതാണ് കണ്ണുപൊട്ടൻ വ്യർത്ഥമായി യേശു യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം വിളിച്ചു പറയുന്നത് ദാവീദ് പുത്ര എന്നാണ് വിളിച്ചത്. സി ദാറ്റ്സ് വാട്ട് ഹി ഹാഡ് ടു കോൾ അറ്റ് ദാറ്റ് ടൈം. അപ്പം ഏത് പേരിൽ വിളിക്കുന്നു? ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കുന്ന പേര് വ്യത്യാസമുണ്ട്, ഇല്ലേ? മക്കൾ അപ്പനെ വിളിക്കുന്ന പേര് വ്യത്യാസമുണ്ട്. സോ ദിസ് ഈസ് എക്സാക്ട്ലി ഇൻ ദ സ്പിരിറ്റ് റെലം. ദൈവം നമ്മളോട് ഇലോഹീം എന്നാണ് എന്നെ തന്നെ കാണിക്കുന്നത്. ഇലോഹീം മീൻസ്
God. The name refers to God, His incredible power and might. He is the one and only God. He is supreme, He is sovereign, whom He trusts. He is Elohim every single day. ഈ ദൈവം അങ്ങേ പരമാധികാരമുള്ള ഒരു ദൈവമാണ്. ഞാനിത് പറയും തോറും പല ദേവന്മാർ നമ്മളിതിനെ ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ താണു പോകുന്നതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയാൻ സാധിച്ചത്, അവൻ വളരണം, ഞാൻ ചെറുതാകണം. നമ്മൾ ചെറുതാകുമോ ഒന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ ഇന്നലെ ചർച്ചിൽ പോയപ്പം ഒരു ബിഷപ്പ് നല്ലൊരു വചനം ദൈവത്തിൻ്റെ പാപങ്ങളെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്ന ദോഷകരമായ പാപങ്ങളെക്കുറിച്ചും അതിനുള്ള വിടുതലെക്കുറിച്ചും പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ അഹങ്കാരം, പ്രൈഡ്. ഈ ഒരു സാധനം ഇറ്റ്സ് സോ ഹിഡൻ ഇൻ അസ്. ഇത് ഒരിക്കലും ആരെങ്കിലും നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, ഇറ്റ് ഈസ് ഹിഡൻ ഇൻ എവ്രി ഹ്യൂമൻ ബീയിങ്. അത് തുടങ്ങിയത് ഏദൻ തോട്ടത്തിൽ, പിശാചാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഞാനല്ലെങ്കിൽ സ്വയം നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന് വിപരീത ദൈവമാകുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ മുമ്പിൽ പല ദേവന്മാർ കയറി വരും. അതിലൊന്ന് ഞാനാകാൻ സാധ്യതയുണ്ട്. അതാണ് പ്രൈഡിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യം. അതാണ് ഈ പിശാച് ചെയ്തത്. ഞാൻ ദൈവത്തെ പോലെയാകും, ഞാൻ ഉത്തരഗിരിയിൽ കയറിയിരിക്കും, ഞാൻ ദൈവമാകും. ഇത് ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോഴേ തല്ലി താഴെയിട്ടു. അരുണോദയ എട്ടേറ്റ് നിലംപതിശായ അരുണോദയ ശുക്ര എന്നാണ് യെശയ്യാവിൽ പറയുന്നത്. അപ്പോൾ ഈ ഇലോഹിം അല്ലെങ്കിൽ ഗോഡ്, ഹി ഈസ് ദ സുപ്രീം അതോറിറ്റി. ബിഫോർ ദിസ് ഗോഡ് ദർ ഇസ് നോ അതർ ഗോഡ്. ഈ ദൈവത്തിന് മുമ്പിൽ വേറൊരു ദൈവം ഇല്ല. അപ്പോൾ അതിലേത് വിശ്വാസം വന്നാലും ഈ ഒരു സത്യം മനസ്സിലാക്കുന്ന ഈ ദൈവത്തിന് ഇപ്പോൾ ഏത് ഘടകത്തിൽ നിൽക്കുന്നവരോടും ദൈവത്തിന് മിണ്ടാൻ നോക്കും. അവർ ഈ ഉന്നത പദവിയിലോട്ട് കയറി, നമ്മൾ മല കയറുന്നത് പോലെയാണ്. ഹിമാലയത്തിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞ് താഴോട്ട് നോക്കുമ്പം മറ്റു കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് തോന്നിക്കുന്നു. ആകാശത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സുനിത വില്യംസ് ഒക്കെ പറഞ്ഞിട്ടില്ലേ, സ്വർഗത്തിൽ നക്ഷത്രത്തിൻ്റെ ചന്ദ്രൻ്റെ അടുക്ക ചെന്ന് നോക്കുമ്പോൾ ഭൂമി എത്രയോ മനോഹരം, വളരെ സ്മോളായിട്ട് ഒരു സാധനം, അതിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ വി ആർ ഓൾ റെപ്രസെൻറ്റിങ് ഗോഡ് എന്ന് ഓർക്കണേ. അപ്പോൾ ഈ ഗോഡ് അല്ലെങ്കിൽ ഇലോഹിം മനസ്സിലാക്കിയെങ്കിൽ ഹിസ് അമേസിങ് പവർ ഈസ് അറ്റ് വർക്ക് ഇൻ എവറി സൺറൈസ്, എവറി സൺസെറ്റ്, ഇൻ ദ വേ ഹി ഹോൾഡ്സ് ദ സ്റ്റാർസ്, ദ സ്കൈ, ക്യാരീസ് ഹിസ് പീപ്പിൾ ത്രൂ ഔട്ട് ഡിഫിക്കൽട്ട് ടൈംസ്. അതായത് സൂര്യൻ ഉദിക്കുന്നത് തൊട്ടും സൂര്യൻ അസ്തമിക്കുന്നതും സൗര്യചന്ദ്രന്മാർ സ്വർഗത്തിൽ നിൽക്കുന്നതും അതിനൊന്നും ഒരു ബേസില്ല. അവയെല്ലാം വായുവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? ഇറ്റ്സ് നോട്ട് എ ബിഗ് ബാങ് തിയറി. അതവിടെ നിൽക്കാൻ നമ്മളൊരു ബിഗ് ബാങ് തിയറിയുടെ താഴെ വീഴും. ഇറ്റ് കനോട്ട്. ബട്ട് ഗോഡ് സസ്റ്റെയിൻസ്. ദാറ്റ്സ് അവർ ഗോഡ്. ആ ദൈവത്തിൻ്റെ മുൻപിൽ വേറൊരു ഗോഡ് ഉണ്ടാകും. അതാണ് നിൻ്റെ നാമം പൂജിതമാണ്, അല്ലെങ്കിൽ നിൻ്റെ നാമം പരിശുദ്ധമാണെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 1-ാം അധ്യായം നമ്മുടെ മുമ്പിൽ വന്നു കഴിയണം. സകലത്തെയും അവൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞ് സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തെ നമ്മൾ വിളിക്കുന്നു. ആ ദൈവം നമ്മുടെ മുമ്പിലുണ്ടോ? അത് പറയുമ്പം ആ ശക്തി നമ്മളിലോട്ട് വ്യാപരിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പേരുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ശക്തിയാണ് അകത്തോട്ട്. അപ്പം നമുക്ക് മറ്റുള്ളവരെ കാണിക്കാനല്ല. ദ ഇന്നർ മാൻ ഈസ് സ്ട്രോങ്ങർ ബിക്കോസ് വി നോ ദ ട്രൂത്ത്. വെൻ യു നോ ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ഈ സത്യം അറിയുമ്പോൾ സത്യം നിന്നെ സ്വതന്ത്രമാക്കും. സത്യം എന്തുവാണ്? ആരാണ് ഈ ദൈവം? ആരാണ് ഈ ദൈവം? ഈ ദൈവത്തിൻ്റെ മുമ്പിൽ, അതായത് ഈ ദൈവത്തിന് പ്രധാനം പറയുന്നില്ലേ, നമ്മുടെ സ്തുതികളിന്മേൽ വസിക്കുക എന്നാണ് പറയുന്നത്. ഈ സ്തുതികളിന്മേൽ വസിക്കണമെങ്കിൽ ദൈവം ആരെന്നറിയാതെ എങ്ങനെയാണ് സ്തുതിക്കുന്നത്? ഒരു ദുഷ്ടനെ കണ്ടിട്ട് കാര്യം കാണാൻ നമ്മൾ അവനെ പുകഴ്ത്തും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവൾ മാറി ചെറിയ ദുഷ്ടൻ പന്നനെന്ന് പറയില്ലേ. പക്ഷെ ദൈവത്തിൻ്റെ മഹത്വം അടുക്കും തോറും അവൻ്റെ പ്രഭ അല്ലെ അവൻ്റെ തേജസ്, അവൻ്റെ ശക്തി വർദ്ധിക്കുമ്പം ഈ ദൈവത്തെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സദാസമയം സ്തുതിക്കും. we will prostrate before him. ഇത് അകത്തെ മനുഷ്യനോടാണ് ഞാൻ സംസാരിക്കുന്നത്, കേൾക്കുന്ന എന്നോട് ഞാൻ പറയുന്നത്. എന്നെ കേൾക്കുന്നവരുടെ അകത്തെ മനുഷ്യനെ ദൈവം പുഷ്ടിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇലോഹിം അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്ന പേരിൻ്റെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം വണങ്ങും. അപ്പം നമ്മളിത് വായിക്കുന്നതിന് പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? You can be assured that you are held by the Almighty God. You never have to fear. God's hands strong and secure. ഇതൊരു അഷ്വറൻസ് അല്ലെങ്കിൽ എനിക്കൊരു ബലം തരികയാണ്. ഞാൻ വിളിക്കുന്ന ദൈവം വലിയവനാണ്.
ഞാൻ വിളിക്കുന്ന ദൈവം അത് എൻ്റെ അപ്പനാണ്. ബിക്കോസ് അങ്ങനെയാണല്ലോ യേശു ഇൻട്രൊഡ്യൂസ് ചെയ്ത്. സ്വർഗസ്ഥനായ യേശുവിൻ്റെ പിതാവേ എന്നല്ലല്ലോ പറയുന്നത്, നമ്മളുടെ, ഞങ്ങളുടെ. അപ്പോൾ യേശുവും നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോഴല്ല ഞങ്ങളെന്നുള്ള പദവി ചോദിച്ചു. അവർ ഫാദർ. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ദൈവം ക്രിസ്തു സഹോദരനായി മാറുമ്പം, ക്രിസ്തു സഹോദരനായിട്ടും പിതാവ് യഥാർത്ഥ പിതാവായിട്ട് നിൽക്കുമ്പോൾ പ്രാർത്ഥനയുടെ വരി ശരിയായി, ലൈൻ ശരിയായി. ഈ ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. മോശ ചോദിക്കുന്നുണ്ട്, യേശുവും പറയുന്നുണ്ട് ദൈവത്തെ ആരും, ദൈവത്തിന് പിതാവിൽ നിന്ന് വന്ന പുത്രനല്ലാതെ പിതാവിനെ ആരും കാണുന്നില്ല, പിതാവിനെ കാണുന്നവർ ജീവിച്ചിട്ട്. മോശ ചോദിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്, ക്യാൻ ഐ സീ യു, നിന്നെ ഒന്ന് കണ്ടോട്ടെ എന്ന്. പിതാവ് ദേഷ്യപ്പെട്ടില്ല അന്നേരം. ബട്ട് കാണിച്ചത് എങ്ങനെയാണ്? തൻ്റെ വിരലും എൻ്റെ കൈകൊണ്ട് അവനെ മറയ്ക്കുകയാണ്. പാറയ്ക്കകത്ത്, ക്രിസ്തുവാകുന്ന പാറയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ദൈവത്തിൻ്റെ പുറം ഭാഗം കാണിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളെ വിളിച്ചോണ്ട്, അവൻ കരുണയും കൃപയുമുള്ള, ദീർഘക്ഷമയും ദയയുമുള്ളവൻ, 1000 തലമുറയോട് കരുണ തോന്നുന്നവൻ, പാപം ചെയ്താൽ 3 4 തലമുറ മാത്രം ഓർക്കുന്നവൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ്റെ നല്ല സ്വഭാവത്തെ വിളിച്ചു പറഞ്ഞു. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം, ക്യാരക്ടർ. അതവൻ്റെ പേരുകളാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം എല്ലോഹീം. അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ പേര്, നിൻ്റെ നാമം എന്ന് പറയുന്നിടത്ത് അവിടെ നിർത്തിവെച്ച് ഞാൻ എല്ലോഹീം എന്ന് ഇടുമ്പോൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന പിതാവ് മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞു. അത് അവനവൻ പ്രാപിച്ചെടുക്കണം. ഞാനും നിങ്ങളും അത് ആത്മാവിൽ പ്രാപിച്ചെടുക്കണം. ആ ദൈവം നമ്മുടെ കൂടെ വന്നിരിക്കുകയാണ്. ആ ദൈവം നമ്മളെ നടത്താൻ വന്നിരിക്കുകയാണ്, കൃപയിൽ നടത്തുകയാണ്. അപ്പച്ചൻ്റെ നമ്മുടെ ആരുടെയും എടുക്കല്ല. പക്ഷേ ഈ ആത്മീയമായ ദരിദ്രാവസ്ഥ മനസ്സിലാക്കിയിട്ട്, അതായത് കൂടുതൽ ദൈവത്തെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഒന്നും ആയിട്ടില്ല. കാരണം കരുണയുടെ കടലെന്നാണ് ദൈവത്തെ വിളിക്കുന്നത്. അതിൻ്റെ ഒരു തുള്ളി എടുത്തിട്ടായിരിക്കും നമ്മളിപ്പോൾ ഈ പറയുന്നത്. ഇത് വിശാലമായ ദൈവസത്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പം ദ മോർ യു നോ ഓഫ് ഗോഡ്, ദ മോർ ഹംബിൾ വി ബിക്കം. അവൻ വലുതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ചെറുതാകും. അതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. ഈ ഒരു ആഴ്ചയിലേക്ക് നമ്മൾ കയറുമ്പം, ദൈവമേ നിൻ്റെ നാമം എന്നെ ഒന്ന് പഠിപ്പിക്കണമേ, നീ ആരാന്ന്. ഈ പിതാവാം ദൈവമാണ് തൻ്റെ പുത്രനെ നമുക്ക് അയച്ചു തന്നു. അതുകൊണ്ടാണല്ലോ ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചത്. അപ്പം പിതാവിനെ നേരിട്ട് കണ്ട പുത്രൻ നമ്മളോട് സംസാരിക്കുന്നത് സത്യമെന്ന് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കാൻ പഠിക്കുക. സങ്കീർത്തനം 19:1 എങ്ങനെ തന്നെയാണ് പറയുന്നത്? എല്ലാ വാക്യങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ ഉള്ളത് മാത്രം എടുത്ത് പറയുന്നു. 19:1 ഇങ്ങനെയാണ് വായിക്കുന്നത്, ഓരോന്നും കാണും. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളിലെ ശബ്ദം കേൾപ്പാനുമില്ല. അത് തന്നെയാണ് 8-ാം സങ്കീർത്തനത്തിൽ പറയുന്നതും. ഞങ്ങളുടെ കർത്താവേ യഹോവേ, നിൻ്റെ നാമം ഉണ്ട്, അവൻ്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമാണ്. നിൻ്റെ ആകാശത്തിൽ നിൻ്റെ തേജസ് വെച്ചിരിക്കുന്നു, നിൻ്റെ വൈരികളെയും ശത്രുവിനെയും പകയിനെയും ഉണ്ടാതാക്കുവാൻ തന്നെ. നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നതിന് വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. ഇതെല്ലാം സൃഷ്ടിച്ച ദൈവം നമുക്കിത് അധികാരമായിട്ട് തന്നിരിക്കുക. പക്ഷെ എത്ര പേർക്കറിയാം? അന്നുള്ള ഭാരം തീർന്നിട്ട് വേണം ഇതൊക്കെ ചിന്തിക്കാൻ. അതൊരു പിശാചിൻ്റെ തന്ത്രം. നമുക്ക് കടന്ന് പ്രാർത്ഥിക്കും. നാഥ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാണമേ, നിൻ്റെ നാമം പൂജിതമാണ്. ദൈ നെയിം ബി ഹാലോഡ്, ഓ ഹോളി. കർത്താവേ, ആ ഹോളി നെയിം വിശുദ്ധി കൊടുക്കണമെങ്കിൽ നീ ആരെന്നവൻ? ഇല്ലോഹീം, എൽ എലിയോം, എൽ ഷഡായി, എൽ ഡൊണായി, എൽ ഷമ, ഇങ്ങനെയൊക്കെ പറയുന്ന പല പേരുകളുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിച്ചിട്ടില്ല. എലോഹിം, ഗോഡ് ഹു ക്രിയേറ്റഡ് എവ്രിതിങ്. പല ദേവതകൾ നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കർത്താവേ, ക്ഷമ ചോദിക്കുന്നു. ചിലപ്പോൾ ഞങ്ങളുടെ ഭർത്താവായിരിക്കാം, ചിലപ്പോൾ മക്കളായിരിക്കാം, അവരുടെ പ്രശ്നമായിരിക്കാം, കടമായിരിക്കാം, ജോലിയായിരിക്കാം, മക്കളായിരിക്കും, എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മളെ ദൈവമാക്കി വെക്കും. പിന്നെ ദൈവത്തെ മറന്നു പോകുന്നു. ദൈവത്തെ മറന്നുള്ള സംസാരം, പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്ന ഒരു ശബ്ദം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വരല്ലേ. മാറ്റണം, ഒരു മാറ്റം ഞങ്ങളിൽ സംഭവിക്കണം. ഈ ഒരാഴ്ച ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലേക്ക് നോക്കി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു മാറ്റം ഞങ്ങളിൽ വന്നിട്ട് ഈ പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കി പുത്രനെ അയച്ച അതിൻ്റെ ആ സ്നേഹത്തിലേക്ക് കടന്നു വന്ന്
കർത്താവെ, നിന്നോട് കൂടുതൽ ആത്മീക ദാരിദ്ര്യം മനസ്സിലാക്കി അടുത്തു വന്നിരുന്ന വചനം പഠിച്ച് അന്നുള്ള മന്ന ഭക്ഷിച്ച് ഈ യാത്ര വിജയമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്ക് തന്നെയല്ല, തലമുറകളുടെ ദൈവം അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ ആ ദൈവം തലമുറകളിലേക്ക് പാസ് ചെയ്തേ ഒക്കത്തുള്ളൂ കർത്താവ്. അതിനൊന്നും ഒരു എക്സ്ക്യൂസില്ല. കർത്താവ് ഒന്ന് വന്ന് നോക്കി നിന്നാൽ ആരാ മുട്ടുമടക്കാത്തത്? അവിടെ മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നിൻ്റെ ചിറകിൻ്റെ അടി ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നത്. ഒരമ്മ വലിയ ചുഴലിക്കാറ്റ് വരുമ്പം അവരുടെ 5-6 മക്കൾ അവിടെ ഇവിടെ ഉള്ളതിന് എല്ലാത്തിനും വലിച്ചു കയറ്റി വീട്ടിനകത്ത് കയറ്റി കഥ അടയ്ക്കുന്നത് പോലെ മാറി നിൽക്കുന്ന പൈതങ്ങളെല്ലാം നിൻ്റെ അടുക്ക കൊണ്ടുവന്ന് തരുന്നു. അവിടുന്ന് തന്നെ അവരോട് അവിടുത്തെ നാമം മനസ്സിലാക്കി കൊടുത്ത ആരാണ് ഈ ദൈവമെന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പം മറ്റു ദേവന്മാർ മാറിപ്പോവും. അവരുടെ സ്ട്രെസ്സ്, ആങ്സൈറ്റി, പ്രശ്നം, അവിശ്വസ്തത എല്ലാം മാറിപ്പോവും. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. നിൻ്റെ വിജയജാഥ, നിൻ്റെ ജയത്തിൻ്റെ കുട്ടി ഇവിടെ ഉയർത്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.